മോക്ഷത്ത് മഹാദേവക്ഷേത്രം 3000 വർഷം മുമ്പേ യാഗഭൂമിയായിരുന്ന ഇവിടം യാഗകുണ്ടങ്ങളിലാണ് പ്രതിഷ്ഠകൾ ഋഷിരവിന്മാർ നടത്തിയിട്ടുള്ളത്. ശിവപാർവതി, ഒക്കത്ത് ഗണപതി, അയ്യപ്പൻ പൂർണ്ണ പുഷ്കല, കിരാതമൂർത്തി. ഇവിടെ മംഗല്യഭാഗ്യം, സന്താനഭാഗ്യം എന്നിവയ്ക്കെല്ലാം പ്രധാനപ്പെട്ട പൂജകൾ മാസം തോറും നടത്തി വരുന്നു. ഉദ്ദിഷ്ട കാര്യസാധ്യത്തിന് ഒരു ടിന്നെണ്ണ, ഒരു ത്രികാല പൂജ, ഒരു മത്തവിലാസം വിട്ട് പ്രാർത്ഥിച്ച് ഫലസിദ്ധി കിട്ടിയ ശേഷം വഴിപാടുകൾ നിർവഹിക്കുക. കൂടാതെ മത്തവിലാസം വിട്ട് 35,000 രൂപയുടെ മത്തവിലാസം വിട്ട് കിരാതമൂർത്തിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടാണ്. അത് വർഷത്തിൽ ശിവരാത്രിയോട് അനുബന്ധിച്ചാണ് കൊണ്ടാടുന്നത്. ഡോക്ടർ രജനീഷ് ചാക്യാരും സംഘവും തിരുങ്ങാലക്കുട ചാക്യാർമഠം അദ്ദേഹമാണ് ഇത് വർഷവും ഇവിടെ വന്ന ദിവസം അവതരിപ്പിക്കുന്നത്. സന്താനവൈദ്യത്തിനും വിവാഹത്തരത്തിനും അതുപോലെ തന്നെ ഏത് പ്രാർത്ഥനയാണോ പ്രാർത്ഥിക്ക് ഫലസിദ്ധി കിട്ടിയാൽ ഒരു വർഷത്തിനുള്ളിൽ ആ വഴിപാട് നിർവഹിക്കും. പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്ന സ്ഥിതി കൊള്ളുന്ന ഒരു മഹാക്ഷേത്രമാണ് ഇവിടെ. എല്ലാ ഭക്തരെയും സാദരം ഈ ക്ഷേത്ര അങ്കണത്തിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ വവ്വാലുകൾ തപസ് ചെയ്യുകയാണ് വവ്വാലുകൾ എന്നാണ് ഐതിഹ്യം. അപമൃത്യു സംഭവിച്ച ആത്മാക്കൾ ഇവിടെ വന്ന് തലകീഴായ ഓം നമഃശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം ജപിച്ചുകൊണ്ട് തപസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഐതിഹ്യം. അതുകൊണ്ടാണ് ഋഷിവേന്മാർ ഈ അമ്പലത്തിന് മോക്ഷത്തമ്പലം എന്ന് നാമധേയം ചെയ്തത്. ശത്രുബാധ, ദേഹാരിഷ്ട നീക്കത്തിൽ, ഉദ്ദിഷ്ട കാര്യസാധ്യം എന്നിവയ്ക്കാണ് നാളികേരമേള. ഓം ഗുരുഭ്യോ നമഃ. ഇന്ന് മോക്ഷത്ത് ശിവക്ഷേത്രത്തിലെ നല്ലൊരു സുപ്രഭാതം എല്ലാ ഭക്തജനങ്ങൾക്കും നേടി. മോക്ഷത്ത് മഹാദേവ ക്ഷേത്രം പ്രത്യേകം ശിവാനന്ദ ലഹരി, ശിവാനുഭൂതി എന്നെല്ലാം കേൾക്കുന്നത് പോലെ തൊട്ട് മനസ്സുകൊണ്ട്, ഹൃദയം കൊണ്ട്, ബുദ്ധി കൊണ്ട് അനുഭവിച്ചറിയാൻ ഈ ക്ഷേത്ര ദർശനം ഭക്തജനങ്ങൾക്ക് സാധ്യമാണ്. ഞാൻ കമൽ കുന്തിരാം, പാലക്കാട് നിന്ന് വരുന്നു. ക്ഷേത്രത്തിലെ എല്ലാ ഭാരവാഹികൾക്കും, പ്രത്യേകിച്ച് ഇവിടുത്തെ തിരുമേനി ശ്രീരാമസ്വാമി, ക്ഷേത്രം പ്രസിഡന്റ് രാജൻ സാറ്, മറ്റ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഓരോ ഭക്തജനങ്ങൾക്കും മോക്ഷത്തപ്പൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും എല്ലായ്പ്പോഴും ഉണ്ടാവട്ടെ.